2021 ശിവരാത്രിയിൽ എൻ്റെ ശരീരത്തിലും മനസ്സിനും കാര്യമായ ചില ആത്മീയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ എന്താണ് ചെയ്തുകൊണ്ട് വന്നിരുന്നത് അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് ഈ ഒരു സമയം എനിക്ക് അനുഭവപ്പെട്ടത്. അതിൻ്റെ കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഇതെന്താണ്, എന്തിനാണ്, എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ശരീരം ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ മനസ്സ് വേറെ വഴിക്ക് പോവുകയാണ്. രണ്ടുപേരും തമ്മിലൊരു ഇൻ്റഗ്രേഷൻ, ഒരു ഒരുമ വേണം. എന്നാലേ നമുക്ക് ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുള്ളൂ. ആ ഒരുമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചില സഫറിങ്സ്, ഒരു സ്പിരിച്വൽ കൈൻഡ് എനർജറ്റിക് സഫറിങ്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ളൊരു വ്യക്തത കിട്ടാൻ വേണ്ടി ദൂരെ ഒരു വനത്തിലേക്ക് ഒരു യാത്ര ഞാൻ ആരംഭിച്ചു. വനം എന്ന് പറയുമ്പോൾ കൊടും വനം, ട്രക്കിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു ബസ് യാത്ര നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് പല സമയത്തായി മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. സോ ഒരു ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. ദെൻ കറക്റ്റ് സമയത്ത് ബസ് എത്തി ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ ട്രാവൽ. കയറിയ പാടെ നോട്ടീസ് ചെയ്തത് ലെഫ്റ്റ് സൈഡ് പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു കോർണറിൽ ഇരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് ഷൈനിങ്. കാരണം ഞാൻ ഒരാൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അവരുടെ ലുക്കോ, അവരിട്ടിരിക്കുന്ന ഡ്രസ്സോ, അതിൻ്റെ കളറോ അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മുടെ പഞ്ചേന്ദ്രിയത്തിൽ കണ്ണല്ല പോകുന്നത്. പകരം അവരുടെ ഓറ റേഞ്ചാണ് മനസ്സിലാവുക. എത്രത്തോളം അവരുടെ ഓറ എക്സ്പാൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്. ആൻഡ് ഈ ഒരു സ്ത്രീ ഒരു ഗോൾഡൻ കളർ ഓറ, വെരി ഷാർപ്പ്. ആകാശത്ത് നിൽക്കുന്ന സൂര്യൻ താഴെ ഇറങ്ങി സീറ്റിൽ വന്നിരുന്ന എങ്ങനെയുണ്ടാവും, അതാണ് ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷീ ഈസ് ഗ്ലോയിങ് ലൈക്ക് ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ഈ ഒരാൾ ഇവിടെ നിന്ന് കയറുന്ന നേരത്തെ അറിഞ്ഞ് കാത്തിരിക്കുന്ന പോലെ ഒരു ഇരുത്തുമായിരുന്നു. ദെൻ സൈലൻ്റ്ലി അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നുണ്ട്. മേ ബി ചിരിക്കാനുള്ള റീസൺ ആൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതേതാണ് ഐറ്റം. ഞാൻ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചില്ല, വിളിച്ചു. ഞാൻ അടുത്ത് പോയി അവിടെ പോയിട്ടിരുന്നു. ദെൻ കാഷ്വലായിട്ടുള്ള ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അടുത്തൊരു പാസഞ്ചർ ഉണ്ടെങ്കിൽ വീട് എവിടെയാണ്, നാടെവിടെയാണ്, എന്താണ് പേര്, എന്താ ചെയ്യുന്നത്, എങ്ങോട്ട് പോകുന്നത്, ഇങ്ങനത്തെ പോയിന്റ്ലെസ് ആയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻ. ആൻഡ് എനിക്ക് ക്ഷമ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു. ദെൻ ഐ ആസ്ക്ഡ് ഹർ. ഞാൻ അങ്ങോട്ട് കയറി അങ്ങ് ചോദിച്ചു, ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ബസ്സിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നല്ല. എൻലൈറ്റൻഡ് ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 15-18 വർഷമായത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്ര കാലം കഴിഞ്ഞിട്ടും ഈ ഒരു സാധാരണ ബസ്സിൽ സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് വാട്ട് ആർ യു ഡൂയിങ്, ഇവിടെ എന്തുണ്ടായിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്, അതാണ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നത്. സോ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ആൾ കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ട് പറയാണ്, നീ നിനക്ക് ചുറ്റും നോക്ക്. ബസ്സിന് ചുറ്റും നോക്കുന്നല്ല പറയുന്നത്, ലോകത്തെയാണോ ആൾ ഉദ്ദേശിക്കുന്നത്. നീ ചുറ്റും നോക്ക്. ഇത്രയും മനുഷ്യന്മാരുണ്ട് അല്ലേ, അവർക്ക് ഫ്രണ്ടിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോകം എത്തിയിട്ടുണ്ട്. എന്നിട്ടും അവർ യൂസ്ലെസ് ആണ്. ഞാൻ എല്ലാ ലൈവിലും പറയുന്ന കാര്യമാണ്. അവർ നേരിട്ട് മുഖം നോക്കി പറഞ്ഞത്, ദേ ആർ യൂസ്ലെസ്. നെഗറ്റീവായിട്ട് പറയല്ല, ജഡ്ജ്മെൻറ്റോ കുറ്റം പറയോ അങ്ങനെയല്ല പറയുന്നത്. ദേ ആർ യൂസ്ലെസ്. അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് സ്വയം റിയലൈസ് ചെയ്യാനും. അവേക്കനിങ്, എൻലൈറ്റൻമെൻറ്റ് എന്നും അല്ല പറയുന്നത്. സാധാരണ കാര്യങ്ങളെ അവർ വലിയ കാര്യങ്ങളാക്കി കാണുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് എന്തോ വലിയ പ്രയാസങ്ങളാണ്. അപ്പം അവരെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് എനിക്കങ്ങ് പോകാൻ തോന്നുന്നില്ല. ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പാവം എൻലൈറ്റൻ ബീങ് എന്ന് നമുക്ക് വേണമെങ്കിൽ വരെ ലേബൽ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഓക്കെ എന്താണ് ചെയ്യുന്നത്, ഈ കഴിഞ്ഞ 15-18 വർഷമായല്ലോ, എന്താ ചെയ്യുന്നത്. ഷി എക്സ്പ്ലെയിൻഡ്. പറ്റുന്ന സമയത്ത് ആൾ ചെറിയൊരു ജോലിയാണ് ചെയ്യുന്നത്. അതിലൊന്ന് സേവ് ചെയ്ത് കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് അന്നദാനം ചെയ്യും. സാധുക്കൾക്ക്, സന്യാസികൾക്കൊക്കെ അന്നദാനം കൊടുക്കും. ശേഷം അവിടെ ഒരു അനാഥാശ്രമമുണ്ട്. അവിടെ പോയിട്ട് കുട്ടികൾക്ക് നല്ല നല്ല കഥകളും പാട്ട് പാടി കൊടുക്കുക. ഇങ്ങനത്തെ ഓരോരോ എന്താ പറയുക ആക്ടിവിറ്റി ആൾക്കുണ്ട്. അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുക. ആൻഡ് എനിക്ക് ഉറപ്പാണ്, കുട്ടികളാണെങ്കിൽ ഒരു സർട്ടൺ പീരീഡിന് മേലെ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരും നല്ല വഴിക്കേ പോകുള്ളൂ. ആത്മീയത എനിക്കറിയില്ല, അത് അവരവരുടെ കയ്യിലാണ്. പക്ഷെ മെറ്റീരിയലി എന്തായാലും അവരൊരു നല്ല ഉയർന്ന രീതിയിലേക്ക് പോകും. സോ ഷീ ഈസ് മോർ ലൈക്ക് ഏറ്റവും താഴ്ത്തട്ടിലിറങ്ങി കയ്യിലെണ്ണാവുന്ന കുറച്ച് പേരെ മാത്രം സ്വാധീനിക്കുന്ന ഒരു പാത്താണ് ആൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് 15-18 വർഷം. ഇത്രയും പറഞ്ഞ ശേഷം ആൾ തിരിച്ചു ചോദിച്ചു, നീ എന്താ അവിടെ ചെയ്യുന്നത്. വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യം. നീയൊക്കെ പോകേണ്ട കാലം കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, നീ എന്നുള്ള രീതിക്ക് പറഞ്ഞു, നീയൊക്കെ പോകേണ്ട കാലം കഴിഞ്ഞു, നീ ഇവിടെ നിന്ന് ഇരിക്കാൻ പാടില്ല. വൈ ആർ യു സ്റ്റിൽ ഹിയർ. തിരിച്ച് അതേത് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം വെരി യൂസ്ഫുൾ.
അതായത് ആള് പറഞ്ഞു മനുഷ്യർ യൂസ്ലെസ് ആണ്, ഞാൻ പറഞ്ഞു ഞാൻ വളരെ യൂസ്ഫുൾ ആണ്. ഇത് അഹങ്കാരമോ ഈഗോ അങ്ങനെ പറയല്ല. ഈ 2 സെൻറ്റൻസുകളുടെയും, ആള് പറഞ്ഞ സെൻറ്റൻസിൻ്റെയും ഞാൻ പറഞ്ഞ സെൻറ്റൻസിൻ്റെയും ഉള്ളിലുള്ള ഒരു ആത്മീയ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് പേർക്ക് സാധിക്കുള്ളൂ. കുറച്ച് ആത്മീയ അനുഭവങ്ങളുള്ളവർക്ക് പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചോദ്യം എറിഞ്ഞു കൊടുത്തപ്പോഴേക്കും ആളുടെ മനസ്സങ്ങ് തുറന്നു. ഒരുപാട് കാര്യങ്ങൾ ത്രൂ ഔട്ട് ദ ജേർണി സംസാരിച്ചു. ആളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് എൻലൈറ്റൻഡ് ആയത്. ആൾ മാരീഡ് അല്ല, കുട്ടികളില്ല, വളരെ ഏകാന്തമായിട്ടൊരു ജീവിതമാണ്. ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത്, ഒരു ചെറിയൊരു വീട്ടിൽ ആളുടേതായ കാര്യം നോക്കി പോവുകയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തി. ഇതിൽ ഏറ്റവും സർപ്രൈസിങ് ആയ കാര്യം, ആൾക്ക് യോഗയില്ല, സാധനയില്ല, മെഡിറ്റേഷനില്ല, ജപമില്ല, ഭക്തി, വീട്ടിലൊരു ദൈവത്തിൻ്റെ ഫോട്ടോ പോലും ഇല്ല. ഏതാ റിലീജിയൻ എന്ന് പോലും ഒരാൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ഇതൊരു നാച്ചുറൽ സ്റ്റേജാണ്. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെയാണ് എൻലൈറ്റൻമെൻറ്റും. എന്തോ നിങ്ങൾ ചെയ്ത് സംഭവിക്കുന്നതല്ല. ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഉണർത്താനുള്ളൊരു പരിശ്രമമാണ്. പക്ഷേ നമുക്ക് നാച്ചുറലി ഉണർത്തൂടെ? ഉറക്കത്തിൽ നിന്ന് അലാമൊന്നുമില്ലാതെ തനിയെ നമുക്ക് എണീറ്റൂടെ? എത്ര പേര് എണീക്കുന്നുണ്ട്? അതുപോലെ ബോധമില്ലായ്മയിൽ നിന്ന് ബോധത്തിലേക്ക് തനി എണീക്കാൻ സാധിക്കും. അതിന് അലാമൊന്നും ആവശ്യമില്ല. സോ ദിസ് ഈസ് സച്ച് എ വണ്ടർഫുൾ ബീങ്. അലാമില്ല, സൗണ്ടില്ല, ഒന്നുമില്ല. ഷീ ജസ്റ്റ് വോക്ക് അപ്പ്. റിയാലിറ്റി എന്താണ്, സത്യം എന്താണ്, പ്രപഞ്ചം എന്താണ്, അതിലേക്ക് ആൾ ഉണർന്നു. യാതൊരു ഹെൽപ്പും ഇല്ലാതെ ഇപ്പോഴും ആൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നത്. ദെൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആൾ എന്നോടൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതെൻ്റെ ലൈഫിലെ അടുത്തൊരു ബൂസ്റ്റായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു യാത്രയാണ് ചെയ്യുന്നത്, ഒരു അന്വേഷണത്തിന് തേടിയുള്ള യാത്രയാണ്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ആൾ എന്നോട് പറഞ്ഞു, നീ അന്വേഷിക്കുന്നത് പൂർണ്ണമായും കണ്ടെത്തി നീ നിർത്തലാക്കിയ, നീ നിർത്തിവെച്ചത് പിന്നെയും പുനരാരംഭിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും. ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്തയേ ഇല്ല. പക്ഷേ നിന്നെ കണ്ടപ്പോൾ, നിനക്ക് വേണ്ടി ആസ് എ ഗിഫ്റ്റ്, നീ എന്ന് നിൻ്റെ ബോധത്തിലേക്ക് പൂർണ്ണമായും എത്തി, നീ നിർത്തിവെച്ച ആക്ടിവിറ്റി എന്ന് തുടങ്ങുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്ന് നീ പുനരാരംഭിക്കുന്നു, അന്ന് ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും. കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ ഇത്ര സ്ട്രെയിഞ്ച് ആയിട്ട് പറയുന്നതെന്ന്. പക്ഷേ ഒരു യോഗിക്ക് വ്യക്തമായിട്ടറിയാം ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയും അതിന് വേണ്ടി മറ്റൊരു എൻലൈറ്റൻഡ് ആയിട്ടൊരു ബീങ് അവരുടെ ശരീരം ഉപേക്ഷിക്കുക, അതിനെ അങ്ങ് ത്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റപ്പ്. അതൊരു എനർജി ഗെയിമാണ്. ആൻഡ് ഷീ കോൺട്രിബ്യൂട്ടഡ്. ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ സ്വന്തം ഫുൾ ബീയിങ്ങും ഈ ഒരു പർപ്പസ് ജയിക്കണം എന്ന രീതിക്ക് ആൾ സ്വയം ആളെ സമർപ്പിച്ച പോലെയുള്ളൊരു സംഭവമാണ് അന്ന് നടന്നത്. ദെൻ ആൾ ഇറങ്ങിപ്പോയി. ആൻഡ് ദാറ്റ് വാസ് എ ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. അത് 2021, ഇപ്പോൾ 2026. പക്ഷെ ഇത്ര കാലം ആളെനിക്ക് ഓർമ്മയുണ്ട്, ആളുടെ മുഖം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ് മൈ എൻ്റയർ ലൈഫ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ എനിക്കന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്തോ നമ്മൾക്ക് ആ ഒരു അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാനും ആ ഒരു വിശ്വാസം ഉറപ്പിക്കാനും വേണ്ടി കാത്തിരുന്ന് ആ ബസ്സിൽ കയറി അടുത്തിരുന്ന് എല്ലാം തന്നു പോയ പോലെയാണ്. ദാറ്റ് വാസ് എ ബിഗ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്.